ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡോഗ് ഷെൽട്ടറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും കാര്യം മറ്റൊന്നുമല്ല കേട്ടോ, ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇത്രയും വൃത്തികേടാക്കി ഇട്ടേക്കും കേട്ടോ. ശരിക്കും ചില സമയം ഞങ്ങൾക്ക് സങ്കടം വരും, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞേച്ച് വരുന്ന സമയത്ത് പിന്നെ ഇവിടെ വന്ന് പണിയെടുക്കും. ചില സമയം ക്ലീനായിട്ട് വെച്ചേക്കും കേട്ടോ, ചില സമയമാണെങ്കിൽ ദൈവം കണ്ടിരിക്കുകയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ ആക്കി വെച്ചേക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു മനുഷ്യന് വരാൻ വേണ്ടി പാടത്തില്ല കേട്ടോ. വരുവാണെങ്കിൽ പിന്നെ ഭയങ്കര ദേഷ്യം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതേ 2 എണ്ണം ജയിലിൽ കിടക്കുന്നുണ്ട്. യുവമാരാണെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമിലാണ് നമുക്ക് ഇറക്കി വിടാൻ വേണ്ടി പറ്റും കേട്ടോ. 2 ഭയങ്കര സാധനങ്ങളാണ്. പിന്നെ ഇവരൊക്കെ ഓരോ അമ്മമാരുടെ മക്കളായത് കാരണം ഇവർ ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. ചിലരുമായിട്ടൊക്കെ നമ്മൾ കണക്ഷൻ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. എന്നാൽ പോലും നമ്മളുടെ കണ്ണ് തെറ്റിയാൽ അടിയാണ്. കാര്യം മറ്റൊന്നുമല്ല കേട്ടോ, കാര്യം ഇവർ തമ്മിൽ തന്നെ ഒരു ബോണ്ടിങ് ഇല്ല, അതാണ് പ്രശ്നം. ദേ കിടക്കുന്നത് നമ്മുടെ ചെറുത് കേട്ടോ, നമ്മളെ ചെറുതിൻ്റെ കിടപ്പ് കണ്ടോ, അവൾ പുറത്താണ് കിടക്കുന്നത്. ആ ഭാഗത്ത് വെയിലുണ്ട് കേട്ടോ, ഇവിടെ നല്ല തണുപ്പാണല്ലോ. അപ്പം വെയിൽ കിട്ടുന്നതനുസരിച്ച് പോയി കിടക്കില്ല വെച്ചാൽ ബെല്ലയുടെ കൂടെയാണ് കിടപ്പ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ബെല്ലയ്ക്ക് ഒരു കമ്പനിയാക്കി കൊടുക്കാമെന്നേ. പക്ഷേ ബെല്ലയുടെ സ്വഭാവം ഇച്ചിരി ഡിഫിക്കൽട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ബെല്ല എന്നാന്ന് പറഞ്ഞാൽ ആഹാരം എന്ന് പറഞ്ഞാൽ മെരിക്കുന്നുണ്ടോ, ആഹാരം കഴിക്കുമ്പോൾ അവളുടെ അടുത്ത് പോകണമെങ്കിൽ നമ്മളെയും കൂടി കടിക്കുവാണ്. ഇത് ഇങ്ങനെയൊക്കെ ആക്കി ഇട്ടേക്കുന്നുണ്ടോ. അയാൾ പറഞ്ഞു മണ്ണുള്ള സ്ഥലത്ത് ചെടിച്ചട്ടി വെക്കാനാണ്. ഞാൻ ചെടിച്ചട്ടി കൊണ്ട് വെച്ചപ്പോഴേക്കും മണ്ണിനെ തോണ്ടിയിട്ടേക്കുന്നു കേട്ടോ. ഓണറാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ. അയാൾ വരുന്നതിന് മുന്നേ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളെ കൊന്നു കളയുക. മണ്ണ് മാറ്റാനൊന്നും പാടില്ല, ഇങ്ങനെ കുഴിക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ അയാൾ നമുക്ക് വീട് തന്നേക്കുന്നത്. അടുത്ത് പുറത്ത് കിടക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ ഗുണ്ടൻ എന്നാ ചെയ്യുന്നത് പറഞ്ഞാൽ ആഹാരം കഴിക്കാൻ വേണ്ടി വരുന്ന കേട്ടോ. ഇത് വേറൊരു ലേഔട്ടിലെയാണ്. അപ്പോൾ ആഹാരം കഴിക്കാൻ വേണ്ടി വരുന്ന കേട്ടോ. ഇവിടെ എല്ലാം നക്കി തുടച്ച് വെച്ചേക്കുന്നതാണ്, രാവിലെ കൊടുത്തേച്ച് പോയതാണ്. അപ്പോൾ ഞാൻ വന്ന പാട് തന്നെ എല്ലാം ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിനി വന്നിട്ട് വേണം ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഗുണ്ടൻ ഇങ്ങനെ ഓരോ പാത്രത്തിൽ നോക്കി നടക്കുക, എന്തേലും പറ്റുണ്ടോ നോക്കി വെച്ച്. അപ്പോൾ അവിടെ കിട്ടുന്നതൊക്കെ നക്കി തുടച്ചേച്ച് പോകും. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കും കേട്ടോ, വെയിറ്റ് ചെയ്ത് കിടക്കും കേട്ടോ. അവനറിയാം ഞാൻ വന്നാൽ പിന്നെ അവിടെ ഒരു കിടപ്പുണ്ട്, പിന്നെ അവിടെ നനങ്ങിയല്ല കേട്ടോ. നമ്മുടെ എന്താ പറയാനൊക്കെ ഉണ്ട്, ഇടി വെട്ട് മഴയും പെയ്താലും ചെക്കൻ എണീക്കില്ല, ആഹാരം കഴിച്ചേച്ചേ പോകത്തുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഹേനയാണ്, നമ്മുടെ 2 കാലും പാരലൈസ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നൊരു കുഞ്ഞ്. അവളുടെ കഥ എന്ന് പറയുമ്പോൾ അവൾക്ക് വീടിനകത്ത് കയറി പോകണം കേട്ടോ. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നത് പറഞ്ഞാൽ വീടിനകത്തും കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ അവിടെയും കുറേ പരിപാടിയാക്കി ഇട്ടേക്ക്. അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതെല്ലാം നല്ലപോലെ തുടച്ച് ഉറക്കിയേച്ച് മാത്രമേ നമുക്ക് ഇവരെ അകത്തോട്ട് കയറ്റാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ വെളിയിലുള്ള പരിപാടിയൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഇവർക്ക് ചോറ് കൊടുക്കൽ. 12 മണി വരെ നമുക്ക് ലേഔട്ടിനകത്ത് പിള്ളേർ വരും കേട്ടോ. അത് നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ അവിടെയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഒരാളെ നിർത്തണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇല്ലാത്തത് കാരണം അവർ പിള്ളേരെ നല്ലതുപോലെ നോക്കുമെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല കേട്ടോ, ഇത് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് അല്ല, പകുതി മുക്കാലും വീടാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ എനിക്ക് സേഫ് ഉണ്ടാകത്തില്ല. അതൊക്കെ കരുതിയിട്ടാണ് നമ്മൾ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് കിട്ടുവാണെങ്കിൽ നമ്മൾ ആരെങ്കിലും നിർത്തും. അല്ലാച്ചാൽ നമുക്ക് പറ്റത്തില്ല കേട്ടോ. നമുക്ക് ജോലി, അവിടുത്തെ വീട്ടിൽ പോകണം, ഇവിടെ വരണം, അവിടെ ക്ലീൻ ചെയ്യണം, ഇവിടുത്തെ ക്ലീൻ ചെയ്യണം, അങ്ങനെ പല കലാപരിപാടികളുടെ ഇടയ്ക്കാണ് നമ്മൾ ഈ പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ കൊച്ചിരിക്കുന്നുണ്ട്, ദേ നമ്മുടെ വില്ലന്മാർ അകത്ത് കിടക്കുവാണ്. വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. പുറത്ത് ആരെങ്കിലും സൗണ്ട് വരുന്നു, എന്തേലും ആരെങ്കിലും പട്ടികൾ പോകുന്നു എന്നൊക്കെ നോക്കി വെച്ച് കുരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ബെല്ലേ കണ്ടോ, കിടക്കുന്ന കിടപ്പ് കണ്ടോ, കൂടാക്കിയിട്ടേക്കുന്നുണ്ട്. ഇപ്പം ഹീറ്റാണ്. അവൾ നമ്മുടെ വീട്ടിൽ വന്നതിൻ്റെ 4ാമത്തെ ദിവസം ഹീറ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച്